പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി വീണ്ടും ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ശൗമേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ശൗമേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വചനത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. ശമൂവേൽ ബാലനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായ ഒരു ദൈവ പൈതലാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്താൽ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം കൊടുത്ത ഒരു ദാനമാണ് ശമൂവേൽ. എന്നാൽ ആ ശമൂവേലിനെ തൻ്റെ മാതാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. ഇവിടെ നാം വായിച്ച വേദഭാഗത്ത് ഇങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ സന്നിധിയിൽ ശമൂവേൽ ബാലൻ വളർന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരെ വളർത്തുന്നവനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്നതായ ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് പകൽക്കാലം വളർച്ച മുരടിച്ച ഒരു അനുഭവമാണോ നമുക്കുള്ളത്? വളരണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും വളരുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണെങ്കിൽ നാം നിൽക്കുന്ന സ്ഥലം എവിടെയാണ് എന്ന് ഒന്ന് ഓർത്തു നോക്കിക്കാട്ടും. ദൈവത്തിൻ്റെ സന്നിധിയിലാണെങ്കിൽ നമുക്ക് വളർച്ച മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മെ വളർത്തുന്നവനായ ദൈവം. തളർത്തുവാൻ ലോകം ശ്രമിക്കുമ്പോൾ, തളർത്തുവാൻ മറ്റുള്ളവർ നമ്മളെ ശ്രമിക്കുമ്പോൾ, ദൈവം നമ്മെ വളരുമാറാക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തപ്പെട്ടതായ അതേ ശമൂവേൽ ബാലനെ കുറിച്ച് കേൾക്കുന്നത്, വായിക്കുന്നത്, ശമൂവേൽ ദൈവസന്നിധിയിൽ വന്നതുകൊണ്ട് അവൻ അനുദിനം വളരുവാനിടയായിത്തീർന്നു. നമുക്ക് വളർച്ച ലഭിക്കേണ്ട പ്രധാനമായ 2 ഭാഗങ്ങൾ: ഒന്ന് ശാരീരികമായ വളർച്ചയും 2 ആത്മീകമായ വളർച്ചയും നമുക്കുണ്ടാകണം. സ്തോത്രം. ശാരീരിക വളർച്ചയും ആത്മീക വളർച്ചയും നമുക്കുണ്ടാകുമ്പോൾ അതിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിന് മറ്റെല്ലാ മേഖലകളിലും ഒരു വളർച്ചയുണ്ടാകുവാൻ തക്കണം സാധിക്കും. പ്രത്യേകിച്ച് നമുക്കുണ്ടാകേണ്ട ഒരു വളർച്ചയുടെ മേഖല എന്ന് പറയുന്നത് ആത്മീക വളർച്ചയാണ്. നാം എത്രത്തോളം ദൈവത്തോളം ക്രിസ്തുവെന്ന തലയോളം വളരുവാൻ തക്കണം നമ്മൾക്ക് സാധ്യമാകുന്നോ അത്രത്തോളം നമ്മൾ ആത്മീകമായി വളരപ്പെടും, അത്രത്തോളം നമ്മൾ ശാരീരികമായി ബലപ്പെടുവാൻ സാധിക്കും. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ മുരടിപ്പിനെ മാറ്റി നമ്മുടെ വളർച്ചയിലേക്ക് എത്തുക എന്നുള്ളതാണ്. പ്രാർത്ഥനയിൽ വളരുന്നവരായി, ആരാധനയിൽ വളരുന്നവരായി, അതുപോലെ തന്നെ ആത്മീക വിഷയങ്ങളിൽ നാം വളരുന്നവരായി തീരുമ്പോൾ മറ്റെല്ലാ മേഖലകളിലും ശത്രു നമ്മെ ഒതുക്കി വെച്ച സകല മണ്ഡലങ്ങളിലും ദൈവം നമ്മെ വളരുമാറാക്കുന്ന ദൈവമാണ്. ശമൂവേലിനെ തൻ്റെ അമ്മ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷകനായി ആക്കിയത് കൊണ്ട് അനുദിനം ശമൂവേൽ ബാലൻ വളരുവാനിടയായി തീർന്നു. മറ്റൊരു ഭാഗത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്: ശമൂവേൽ ബാലൻ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി വളരുവാനിടയായി. ശമൂവേൽ വളർന്നത് എവിടെയാണ്? ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ശമൂവേൽ വളർന്നത്. അതുകൊണ്ട് മനുഷ്യർക്കും ദൈവത്തിനും ഒരുപോലെ പ്രീതിയുള്ളൊരു ദൈവപൈതലായി ശമൂവേൽ വളർന്നതുപോലെ ഇന്ന് പകൽക്കാലം നമ്മുടെ നിൽപ്പ് ദൈവസന്നിധിയിലാണോ? നമ്മുടെ ജീവിത വഴികളെല്ലാം ദൈവ സാന്നിധ്യത്തിലാണോ മുൻപോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ വളർത്തുക തന്നെ ചെയ്യും. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ വളർത്തും. നിങ്ങളുടെ എല്ലാ ഞെരുങ്ങിയ അവസ്ഥകളെ മാറ്റി ഒരു വിശാലത ദൈവം നൽകും. വളർച്ചയുടെ ദൈവം, വളർത്തുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ പകൽക്കാലമായിരിക്കാം ദൈവം നിങ്ങളെ വളർത്താൻ പോകുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.